എന്താ മോളെ പരിപാടി? രാത്രി ഐസ്ക്രീം ഇല്ല. ഐസ്ക്രീം തിന്നാൻ ഞാൻ കൊണ്ടുവന്നിട്ടല്ലേ? അല്ല പിന്നെന്താ, അല്ല പറയാ കൊണ്ടുവരാനുള്ളത്. ഇന്നെന്തോ പദ്ധതികളൊക്കെ ഉണ്ട് ട്ടോ മക്കളെ. ചീറ്റി ഇല്ല. അതെന്തേ? ഓക്ക് ഒഴിവില്ലോ. ഞാൻ ഓട് വന്ന ചീപ്പിണ്ട് വന്ന ചീത്ത അറിയുന്നേ. അജ്ജടാ ലീവ് കിട്ടിയില്ല. നമുക്ക് വരുന്നാല് ഞാനില്ല, എനിക്ക് സിനിമ ഇഷ്ടല്ല. പൈസ എടുത്തോളം പോയി. വേണ്ട, പൈസന്റെ അല്ല. പൈസ നിങ്ങള് കുട്ടി കുട്ടിക്ക് കാണും. എവിടെ പോണേ? സിനിമക്ക് കീമോക്കിയ കുട്ടീന്റെ കയ്യില്. കുട്ടി എവിടെയാ പോണെന്ന്? സിനിമക്ക് പോണം ഭായി. സിനിമക്ക് പോവുക. കുട്ടി സിനിമക്ക് പോവാണ്. ഞായറാഴ്ച പോയ കയ്യോ പോന് നോക്കട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ നോക്കാം. അല്ല പിന്നെ അടുത്ത വെള്ളിയാഴ്ച അന്നൊക്കെ ലീവ് ആയിരിക്കും, അപ്പൊ നോക്കാം. അപ്പൊക്ക് വായും ചേനൊക്കെ പോവും. എനിക്കിഷ്ടല്ല കേട്ടോ പോവാന്. എനിക്ക് വലിയ ഇഷ്ടം. ഞാൻ അതേ പറയല്ലേ, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പെണ്ണ് പറഞ്ഞ് ഇങ്ങനെ ഇതായിട്ട് പോവുക വിചാരിച്ചതാണ്. എനിക്ക് ബീച്ചിക്ക് പോകാൻ ഇഷ്ടം. ഇങ്ങനെയുള്ള സിനിമ കേൾക്കോ? എന്നെ ബീച്ചിക്ക് ഉണ്ടായിരുന്ന എനിക്ക് സിനിമ ഇഷ്ടമല്ല. സിനിമ അങ്ങനെ നോക്കിയിട്ട് 2 മണിക്കൂർ മറ്റു തന്നെ എന്തൊക്കെ കാണാണ്ടാവും. ആൾക്കാരെങ്ങനെ നോക്കിയിരുന്നു കുറച്ചേരൊക്കെ. ആയിക്കോട്ടെ, ഞാൻ എത്തും അറിയില്ല. അല്ല നമ്മളെന്താ കറി ഉണ്ടാക്കുന്ന? ചോറ് എന്തേനു? ഇന്ന് കറി വേണ്ട. രസമുണ്ടോ? നല്ല ചേട്ടോ. ഇന്ന് കറി വേണ്ട. വെറും ചോറിനോട് ഇതൊക്കെ വെറും ചോറ്. ഞാൻ ചമ്മന്തി ഉണ്ടാക്കി ഞാനും തിന്നോണ്ട്. എനിക്ക് സമ്മതി തരി. എന്റെ സമ്മതി തരൂല. ഒന്ന് പോന്നല്ല, ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നു. വേറെ പണി ഇപ്പൊ കഴിഞ്ഞു വന്ന. ഇന്നലെയാണെങ്കിൽ നല്ല അടിപൊളി ഒരു മഴ പെയ്തിട്ടോ. പാത്രം വെച്ചെടുത്തോ? ആ പാത്രല്ല, ഇത് പുതിയതാ. ആ മോളെ ഐസ്ക്രീം ആട്ടോ. മോള് വരാൻ നേരം വൈകുന്ന് പറഞ്ഞപ്പോ മോളെ കള്ളത്തിയൊക്കെ എടുത്ത് തിന്നണ നോക്കിയാ. അച്ചോള് അടിയിലുണ്ട്. മീനെ നോക്കട്ടെ, പോയി നോക്കട്ടെ. എന്തെങ്കിലും മീൻ മേടിച്ചു ഇത്തിരി കറി ഉണ്ടാക്കാം. വെയിലിന്റെ ചൂടും. ഇനി നാളെ കല്യാണത്തിനുണ്ടേ. നാളെ കല്യാണവും മറ്റന്നാൾ കുടിരിക്കലും. ക്യാഷ് ഉണ്ടോ മോനെ പോവാൻ? 500 രൂപ അല്ലാതെ ഞാൻ പോകില്ല കല്യാണത്തിന്. 500 രൂപ ഉണ്ടെങ്കിൽ ഞാൻ പോലെങ്കിൽ ഞാൻ പോലെ. എനിക്ക് നാണക്കേടാണത്. ദിവസം പണിക്കുന്ന ഒരു മനുഷ്യന്റെ പെണ്ണുങ്ങൾ കല്യാണത്തിന് 500 ഇല്ലാതെ പോകാറുള്ള നാണക്കേടാണ്. ഇങ്ങോട്ട് കിട്ടാനൊന്നല്ല, കിട്ടൂല. നമുക്ക് ഇപ്പൊ എന്ന് കിട്ടും ഞാൻ കാത്തിക്ക. പക്ഷെ നമുക്കൊന്ന് പോരുമ്പോ ഒരു മാന്യത കാട്ടട്ടെ. നമ്മളെ നിലവരെയും കളയാൻ പറ്റില്ലല്ലോ. അല്ല ശരിയാണ്. അനക്കൊക്കെ തിന്നാൻ വരുമ്പോ ഏകദേശം 500 പോരാ. ഒത്തിരി തിന്നലുള്ളൂ സത്യം. എന്താ നിങ്ങളൊക്കെ പ്രാക്കി തിന്നാൻ കഴിയുന്നില്ല. സത്യം പറയാ. എന്നൊക്കെ തീറ്റക്ക് ഞാൻ ഇന്നലെ ഒന്നും ചോർന്നില്ലല്ലോ. നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ചോറ് കളഞ്ഞതാന്നല്ലേ. ഞാൻ തിന്നല്ലേ രാത്രി ഇപ്പൊ ചോറ്. പട്ടിണി കുറച്ച് മെലിഞ്ഞാലോ ചോദിച്ചില്ല. എല്ലാരും പറയും തടിച്ചു. അപ്പൊ പോക്ക് ക്യാൻസലായില്ലേ? തോന്നില്ല. ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. ഓടിപ്പം ആ വെയിലും കൊണ്ട് ഓടി വരും പെണ്ണ്. എല്ലാരോടും പറഞ്ഞു സ്വയലുണ്ടാവൂല. സത്യം. ഇന്ന് എല്ലാരോടും പറഞ്ഞു, ക്ലാസ്സിലത്തെ കുട്ടികളോടൊക്കെ. ഓലൊക്കെ കണ്ടോ ക്ലാസ്സിലെ കുട്ടികളൊക്കെ? ഞാൻ ഇന്ന് വാഴയ്ക്ക് പോവാണ്. വാഴക്കല്ലേ ഞങ്ങള് പോണേ? ഞങ്ങള് വേറെ ഏതോ നല്ല രസമുള്ള സിനിമ ഉണ്ട് ചിരിക്കാളെ. ഞാൻ കരയാളേ ഞാൻ ചേട്ടോ. ഇവിടെ തന്നെ അതാ പണിയാണ്. ഞാന് മറ്റോളോട് ചിരിക്കാനുള്ളതുണ്ടെങ്കിൽ ഞാൻ പോലുള്ളൂ അറിയാം. അങ്ങനെ പ്ലാൻ ഇട്ട് ഞാൻ സിനിമ ഇട്ട് കൊല്ലം എത്ര കഴിഞ്ഞൊക്കെ അറിയാം? 5 കൊല്ലം കഴിഞ്ഞു. നമ്മൾ ഏതാ ലാസ്റ്റ് കണ്ട്? മറ്റേ 18-ാം നൂറ്റാണ്ടോ 19-ാം നൂറ്റാണ്ട് അങ്ങനത്തെ ഒരു സിനിമ അല്ലേ? അന്ന് അച്ചുമോളൊന്നും ഇല്ല. അന്ന് കണ്ട നമ്മള്. അന്ന് സുനു നമ്മളൊക്കെ പാടെ ഇന്ത്യൻ മാളിന്ന്. പിന്നെ പോയിട്ടില്ലല്ലേ നമ്മള്? പിന്നെ പോയിട്ടില്ല. നിങ്ങളെന്നാ മറ്റേ പൃഥ്വിരാജിന്റെ സിനിമ ഇറങ്ങിയെന്ന് പറഞ്ഞിരുന്നു, കൊണ്ടുപോവാറിഞ്ഞു. എന്താപ്പാ മറ്റേ ഒരു അറബിക്കഥ ആടുജീവിതം. അതിന് കൊണ്ടുപോവാറിഞ്ഞു. പിന്നെ മോഹൻലാലിന്റെ ഏതോ ഒരു പുതിയ സിനിമ ഇറങ്ങിയപ്പോ അതിന് കൊണ്ടുപോവാറിഞ്ഞു. എന്തൊക്കെയെന്ന് ഇതൊക്കെ കേട്ട് എന്റെ ചെവി പൊട്ടലാണ്. ഞാൻ പിന്നെ ഒന്നും വിശ്വസിക്കല്ല കേട്ടോ. പൊന്നാറ് സുഹൃത്തുക്കളെ, ഒരു കാര്യം ഞാൻ പറയാം. നോണ്ണങ്ങിട്ട് അവിടെ കൊണ്ടുപോകാൻ ഇവിടെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് പൂതിപ്പിക്കും. ഇനി ഞാൻ ഒറ്റയ്ക്കാണ് പോകും. ഇനി ആരും പിടിച്ചോണ്ട് പോകുന്നില്ല. എന്റെ ഓർമ്മയിൽ ഇന്നാലേ അത്രയും ബുദ്ധി പോയ നേരെ ഏതാന്ന് അപ്പൊ ഞാൻ ആലോചിക്കണേ. കൊണ്ടോക എന്ന് പറഞ്ഞാ നേരെ. നിങ്ങൾ എവിടക്കൊക്കെ എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു? ഇതുവരെ കൊണ്ടുപോയി നിങ്ങള്?
ഓ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ നമുക്ക് ഊട്ടി പോണേ. ഊട്ടി പോയിട്ട് ഇവിടെ കൊണ്ട് മിനി ഊട്ടിയിലോട്ട് കൊണ്ടുപോയിട്ടില്ല. 10-15 കൊല്ലായി ഇന്നെ പറഞ്ഞ പറ്റില്ല. ഞാനൊരു പാവായതോട് തിരക്കില്ല, ചിരിപ്പിക്കല്ല. എന്തൊക്കെയെന്ന് ഇതാണ് ഈ കല്യാണം കഴിഞ്ഞ ടൈമിൽ പറഞ്ഞ് വിശ്വസിക്കരുത്. ജനങ്ങൾ പറഞ്ഞ് വെറുതെ എന്നല്ല, സത്യമാണത്. അല്ല നല്ല പറഞ്ഞ് പാലിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ എത്ര സ്ഥലത്തോളം കൊണ്ടുപോയിന്ന് പറയട്ടെ. ഊട്ടി, മൈസൂര്, കൊടൈക്കനാൽ, അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മള് പോയിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാ കൊല്ലം അമ്പലത്തിലേക്ക് പോകുക, അങ്ങനെയൊക്കെ പോകാറുണ്ട്. പറ്റ നോണ പറയുന്നത് ഒരു ബ്ലോക്ക് പോകാനൊക്കെ ഉണ്ട് ഞങ്ങള്. പിന്നെ കുറെ കഴിഞ്ഞ് ഞങ്ങള് ബീച്ചിക്കൊക്കെ പോകും. അകണ്ടിട്ടോ സത്യം പറ്റ പോവാതൊക്കെ അതൊന്നുമില്ല. അങ്ങനെ വന്നിടയ്ക്ക് എന്നോ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും. ഭ്രാന്ത് പിന്നെ ആദ്യം ഇനി ഒരു സുബക്ക് പ്രാന്ത് ഇളകുമ്പോ ഞാൻ വീഡിയോ എടുത്ത് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിലോ അച്ചുമളൊക്കെ ഇവിടെ എടുത്തിട്ട് അടിക്കും ഞാൻ. ദേഷ്യം വെറുതെ അടിക്കുക. വെറുതെ ഒന്നല്ല നിങ്ങള് പറഞ്ഞ കഴിഞ്ഞാണ്. പച്ചച്ചോറ് തിന്നാ പച്ചച്ചോറിന് ഒളിക്കൊരു കുഴപ്പമില്ല. ഞാന് പിന്നെ പണ്ടൊക്കെ ഉണ്ടാക്കണ ചമ്മന്തിയില്ലേ, പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കണേ, എന്നിട്ട് അതിന് ഇത്തിരി വെളിച്ചെണ്ണയും പറഞ്ഞ സൂപ്പർ. ഞാനത് തിന്നും. നിങ്ങൾക്ക് അതൊന്നും പറ്റൂല. ഞങ്ങൾക്കൊക്കെ കറി വേണം, മീൻ വേണം. ഇനി ഓള് സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിക്കൊക്കെ ഒന്ന് തെരഞ്ഞു നോക്കും. ഒന്നും പറ്റിയില്ലെങ്കിൽ ഓള് 2 കിഴങ്ങ് മുറിച്ച് പൊരിച്ച് ഓള് തിന്നും. ഓൾക്ക് നല്ല കറി ഒന്നും തന്നെ ഓള് തിന്നും. ഇത് തിന്നൂല കേട്ടോ നല്ല കറി ഇല്ലെങ്കിൽ. എന്താ ഇതിന്റെയൊക്കെ ഉപ്പിച്ചിട്ടാ നല്ല കറി വേണം. അല്ലെങ്കിൽ തിന്നൂല തോന്നും. കുറച്ച് കഞ്ഞിയാണ്, കുറച്ച് നമുക്ക് ചോറ് തിന്നട്ടോ. നമുക്ക് ഉപ്പ് കഴിഞ്ഞിട്ടോ, ഉപ്പില്ല, ഓയിലില്ല. പിന്നെന്താ നമുക്കിപ്പോ നമുക്കെന്താ, ഞങ്ങൾക്ക് നാളെ ഒരാൾ വെളിച്ചെണ്ണ തന്നിട്ടോ ഫ്രീ ആയിട്ട്. ഇങ്ങനെ ഇതിക്ക് പണി കിട്ടുന്ന സ്ഥലത്ത് അവിടുത്തെ താത്ത തന്നോ 1 ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ട്. ഇത് ഞങ്ങൾ തല തേക്കുന്ന വെളിച്ചെണ്ണ അതിൽ ഒഴിച്ച് വെച്ചതാട്ടെ ഞങ്ങൾ പകുതി ഇതിന്റെ. ആ താത്തേ ഞാൻ വെറുതെ ചോദിച്ചാണ്. ഒപ്പമുള്ളവൻ പറഞ്ഞേ താത്തേ ഓന് തെങ്ങില്ലാത്ത വെളിച്ചെണ്ണ കൊടുക്കാറുണ്ട്. അതിലിരുന്ന് തേങ്ങ ഒക്കെ പോയല്ലേ പറഞ്ഞു. അപ്പൊ പറഞ്ഞു വേണ്ട നിങ്ങള് ആട്ടി കൊണ്ടുവന്ന വെളിച്ചെണ്ണ കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ പിന്നെ വെളിച്ചെണ്ണ ആ താത്ത തന്നോ. ഞാൻ കറിക്കൊന്നും അങ്ങനെ ഉപയോഗിക്കല്ലോ, എന്തെങ്കിലും തല തേക്കാനൊക്കെ എടുത്താൽ. അച്ഛല് കഞ്ഞി വെച്ചാ കഞ്ഞി വെക്കട്ടെ. ഓളിപ്പോ കുളി കഴിഞ്ഞ് നീച്ചതാ. മാക്സി കൂരിട്ട് വെക്കാണ്. ഞാൻ കണ്ട് അച്ഛളെ മേശയൊക്കെ ഊരിട്ട്. അച്ഛമ്മളെ പുതിയ മാക്സി എടുത്ത് നാളെ ഇവക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ വാങ്ങിയതാ. രസമുണ്ട് അത്. നല്ല രസമുണ്ട്. ഇങ്ങനത്തെ 2 മേടിക്കും. നല്ല ചൂടുണ്ടാവും. ഇത് ഇന്നലെ മഴയല്ലേ അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇതേ ആ നല്ല പൊരി വെയില് ചൂടുണ്ടാകുമ്പോ ഇതിട്ട് നിക്കണം. ഇട്ട് വിയർത്ത് ഇങ്ങനെ ഒഴിക്കും. അതിനാൾ മറ്റോട് അലമാര കൊണ്ട് ഒളിപ്പിച്ച ചെറിയുന്നു. അപ്പൊ ഇന്നലെ ഞാൻ മഴ ചെയ്തപ്പോഴേ ഇട്ടു നല്ല സുഖം ഇട്ട് കിടന്നിട്ട് 2 മേടിച്ചു. ഭ്രാന്തത്തിയാണത്, ഭ്രാന്തത്തി. കഞ്ഞിക്ക് തരാ. അത് തരല് വേണോ? തരല് നോക്ക് അച്ചുമ ഇവിടൊക്കെ. അച്ചുവ അത് ഇതിൽ തരല് തരച്ചമ്മ. മോളക്കത്തിന് കഞ്ഞുണ്ടി ആയിട്ടാണ്. അല്ല ഫോൺ കൊടുക്കണം, എന്നാ കുടിക്കും. ഇന്നലെ രാത്രി ആയിട്ടില്ലേ പൂനി ഞാൻ ബംഗാളി കൊണ്ടുപോയി അപ്പനെ വിക്കി പൂണി കൊണ്ടുവരികയായിരുന്നു. നല്ല പോക്കിത്തരാ. ഈ ഇന്നലെയൊക്കെയാണ് ഞാൻ അവിടെ കുറച്ചേരം കിടന്നപ്പോക്കി കാട്ടി വെച്ചൊക്കെയാണ് അതൊക്കെ പൊളിച്ചത് നോക്കി. നമ്മളാ സ്റ്റിക്കർ ഒപ്പിച്ചൊക്കെ പൊളിച്ച്. എന്താ വെയിലില്ലേ, ചൂട്. ഇവിടെ ഇന്നലെ നല്ല മഴ കേട്ടോ, അറിയാൻ വയ്യ, പെരുമഴ. അത്രക്ക് ഞാൻ കണ്ട് പിശ് ഇത് ഞാൻ ഉണ്ടാക്കിയ മോരാട്ടോ, തൈരാട്ടോ. കുറച്ച് തൈരുണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട്. കുട്ടി നമ്മുടെ പോകന്നെ മോൾക്കൊരു നിങ്ങൾ മീൻ മേടിച്ചോളൂ പണിയില്ല, തിന്നാൻ കഴിയില്ല. ഓയിൽ മേടിച്ചോളൂ, മീൻ മേടിച്ചോളൂ. പഞ്ചസാരയും കഴിഞ്ഞു നമുക്ക്. ഒരു കയറി ഒന്ന് എനിക്ക് ഇവിടെ തൂങ്ങാനെന്നാ ഒരു പരിപാടി കഴിഞ്ഞല്ലോ. നിങ്ങൾ തൂങ്ങിയാൽ ഞങ്ങൾക്ക് തിന്നണ്ടേ? അതെ ഓണോൽക്കാർ പോയാൽ മതി, ഞങ്ങൾക്ക് തിന്നണ്ടേ? എത്രയാ ഒരു പെരേക്ക്. തൂങ്ങലും ഇതൊക്കെ വെറുതെ. ജീവിക്കണം, പോരാടണം, അവിടെയാണ് വിജയം. ഓൾക്ക് സാധനം എങ്ങനെ കിട്ടണം, ബില്ലടിക്കുമ്പോ ഓരെങ്ങനെ കിട്ടണം.
കമ്പ്യൂട്ടറിൽ ഇങ്ങനെ അടിക്കും പോലെ സാധനം ഇല്ല എന്ന് പറഞ്ഞ് പൈസ വയ്ക്കുമ്പോ പൈസ ഇല്ല പറഞ്ഞ എന്റെ ദേഷ്യം എത്രയാണെന്നറിയോ എന്നും മണിക്കൂറുണ്ട് നിങ്ങളെ പൈസ ഇല്ല അറിയും പുളി എത്ര നമുക്ക് അവിടെ ഇരിക്കാം ബെട്ടാനിട്ടോ എന്നാ അവൾക്ക് കഞ്ഞി കൊടുക്കട്ടോ കഞ്ഞി ഞങ്ങൾ മീൻ മേടിച്ചോണ്ടിരിക്കുന്നത് ഉണ്ടാവൂല 2 കഷ്ണമുള്ളൂ ആ മീൻ ആ ഓയിൽ മേടിക്കുന്നില്ല നമുക്ക് വെളിച്ചെണ്ണല്ലോ തൽക്കാലം പഞ്ചസാരയും ഉപ്പും മീനും മേടിച്ചോളിട്ടോ സിനിമ ഏതായാലും ക്യാൻസലായി മീനെനിക്ക് വറുത്ത് തിന്നാ ഓള് രാവിലെ വിളിച്ചിടന്ന് പോകാൻ കഴിയില്ല കുറച്ചേരം കീറ പിടിക്കുക ഊതിച്ച് നിന്നാലേ ലക്കി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇനി ഓള് വരുമ്പോ കേക്കാം ഞാൻ വേഗം വന്നോണ്ട് ഇന്നലെ ഫുള്ള് തിരുമ്പിയൊക്കെ ഇട്ട് റെഡിയായി നിന്നതാണത് വെള്ളിയാഴ്ച പോവാം മക്കളെ കുളിയൊക്കെ കഴിഞ്ഞു നിങ്ങള് എപ്പോ പോയി കുളിക്കാനേ ഞാൻ കുറച്ചേരെ പോയിട്ട് എന്റെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അലക്കി റെഡിയാക്കി സെറ്റാക്കി മീനൊക്കെ പോയി സെറ്റാക്കി ഇത് നമ്മളെ സ്പെഷ്യൽ പൊരിക്കല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അവിടെ വാഴയ്ക്ക് പോകാതെ ടെൻഷൻ അടിച്ച് കടക്കണത് അവന്റെ മകള് വാഴപ്പ ചെരിഞ്ഞിന് ഇവളത് അതിന്റെ സങ്കടത്തിലിരിക്കുക പേടിക്കണ്ട വെള്ളിയാഴ്ച നമ്മൾ പോവും ഏതെങ്കിലും ഒരെണ്ണം പിടിക്കാം വെള്ളിയാഴ്ച കേട്ടോ ഞാൻ പോവാ അല്ല വെള്ളിയാഴ്ച നമുക്ക് ഏതെങ്കിലും ഒരു പടം കാണാം വിഷയാക്കണ്ട അതേ ഞാൻ എന്റെ പോലെ തിന്നലുണ്ടോ അത് മതി കിടക്കാണ് എന്റെ മകള് എല്ലാം ഇട്ടോ കുറേശ്ശെ ഓ മതി സാറേ പെട്ടെന്ന് കളമ്പിയ എന്നിട്ട് വേണം തിന്നിട്ട് വേണം ആ ഉള്ളി കുട്ടി അരിയാ അച്ചോട് ഉള്ളി അരിയുന്ന പണിയില്ല ചോറ് കൊടുക്കട്ടെ ഇന്ന് നേരത്തെ കഞ്ഞി വെച്ചു നല്ല വിഷമിയപ്പോ കഞ്ഞി ചോറ് എടുത്തിട്ട് ഓർക്കട്ടെ അത് സത്യം ഇന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ എന്തിനാ കുട്ടീനെ കാട്ടുന്നത് ചീത്ത അറിയുന്നത് നിങ്ങൾ ഒരു നേരം നോക്കുമ്പോ എത്ര അടി അടിക്കും ഞാൻ അടിക്കല്ല എത്ര അടി നിങ്ങൾ അടിക്കുന്നേ ഞാനൊക്കെ എന്റെ അങ്ങനത്തെ പറയാൻ അടിച്ചോളിയാണ് പഞ്ചസാര അങ്ങി ഉപ്പ് കഴിഞ്ഞില്ല ഉപ്പ് ഇവിടെ ഭയങ്കര അച്ചാറാണോ നിങ്ങൾക്ക് വലിയ മീൻ വലിയ ഇതൊക്കെ ചെറുത് ഞാൻ ആ പണിക്ക് പോയി കൊണ്ടിരുന്നേ നല്ല നോക്കണം കേട്ടോ അതിന് മുള്ളുള്ള മീനാണ് എന്തൊക്കെയോ തമ്മിൽ അപ്പൊ തന്നെ ചോറ് കറിയിൽ ഒഴിക്കട്ടെ ഞങ്ങൾക്ക് ഉപ്പ് ഉണ്ടാവില്ല ആദ്യം ഞാൻ ഞെട്ട ഉപ്പ് ഉണ്ടാവില്ല കറിയിൽ അതുപോലെ ചായയിൽ മധുരം ഉണ്ടാവില്ല വളരെ കുറച്ചുകൂടി ഇല്ല ചോറൊക്കെ ഉണ്ടാവില്ല കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കറി എനിക്ക് ഉപ്പ് കഴിഞ്ഞു ഓക്കെ ഞാൻ എടുക്കാൻ പറഞ്ഞ അയാളെടുത്ത് മറന്നു അയാൾ മറന്നോ കേട്ടിട്ടുണ്ടാവില്ല അതന്നെ പരിപ്പും തക്കാളി കേട്ടോ കറി നല്ല അടിപൊളി കറി കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടം അച്ചുമോക്ക് എല്ലാം ഇഷ്ടമായി കറി നല്ല ചോറും അച്ചുമോക്ക് മീമി മാമും കഴിക്കണ്ടേ മീമി വേണ്ട മീമി ഉണ്ടാക്കി അമ്മ വരൂ അപ്പൊ ഇന്നത്തെ വിഭവമാണത് ഞങ്ങൾക്ക് തട്ടിക്കൊണ്ട് പരിപാടിയാണ് മീൻ വറുത്തതും എന്തൊരു മീനാണ് കോരമീനോ കോരമീൻ കിളിമീനൊക്കെ പറയും കിളിമീനല്ലേ അതാണ് നല്ല ടേസ്റ്റ് ആണ് വറുത്താല് പക്ഷെ നന്നാക്കാൻ കുറച്ച് പണിയാണുള്ളൂ അല്ലേ ഇത് നല്ല ടേസ്റ്റ് നല്ല ഇഷ്ടമല്ല അപ്പൊ ഞങ്ങൾക്ക് പയറുപ്പേരിയും പപ്പടും കോരമീനും പരിപ്പും തക്കാളി കറി കേട്ടോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ സമയം 1 മണിയൊക്കെ ആയില്ലേ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ നല്ല വിശപ്പ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് അടിക്കുക അല്ലേ അടുത്തൊരു വീഡിയോയിൽ വരും ടാറ്റാ